എങ്ങനെയുണ്ട് നീനു? ദാൽ കൊള്ളാമോ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രോൺസും ബീൻസും കൂടെ ഒരു ചെറിയൊരു മസാല പുരട്ടിയത് ഉണ്ടാക്കുന്നതാണ്. കടുക് പൊട്ടാൻ വേണ്ടി മാത്രം കുറച്ച് 2 കടുകിട്ട് നോക്കാം. കുഴപ്പമില്ല, ഒരുപാടൊന്നും വേണ്ട, ഒരു ഇച്ചിരി കടുക് ഇടുന്നുള്ളൂ. ഇൻഡക്ഷൻ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും എണ്ണ ചൂടായി വരാനൊക്കെ. ഗ്യാസ് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ഗ്യാസിൽ കുക്ക് ചെയ്യുന്നത് ശരിക്കും മിസ് ചെയ്തിട്ടേക്കാം. ഇത് ഒരുമിച്ചിടാം. കുറച്ച് തീ കുറച്ചിടുക. അതിനകത്ത് കുറച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് വെച്ചിട്ട് നോക്കുക, അടി പിടിക്കുന്നുണ്ടെന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ചായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മസാലകളെല്ലാം കൂടെ ഇടുന്നുണ്ട്. കുറച്ച് ടർമറിക്, നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച് കൊറിയാണ്ടർ, ഓക്കെ. ഇതിന് കണക്കൊന്നും ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഒരു നുള്ളു ഗരം മസാല ഒരു ടേസ്റ്റിന്. ഇത് കഴിഞ്ഞ് ചില്ലി പൗഡർ, റെഡ് ചില്ലി, അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്കിടാം. ഒരു കളറൊക്കെ കിട്ടുമല്ലോ. അതുകൂടെ ഇട്ടു. ഉപ്പുണ്ട്, അത് മതി. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ പച്ചമണം പോയി കഴിയുമ്പോൾ ഞാൻ പ്രോൺസ് ഇടാം. ഇതിലേക്ക് കുറച്ച് പ്രോൺസ്, ഒരു ഹാഫ് പാക്കറ്റ് പ്രോൺസ് ഉണ്ട്. ഇത് 250 ഗ്രാം ആയിരുന്നു. എൻ്റെ പകുതി 125 എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 100 ഗ്രാം ഉണ്ട്. ഒരുപാട് ഇടുന്നില്ല, എനിക്കിനി ഒരു പാക്കറ്റും കൂടെ ഉണ്ട്, അത് ഞാൻ ഇടുന്നില്ല, ഒരുപാടായിപ്പോൾ. സോസനായിട്ടുള്ള പ്രോൺസ് ഇട്ട് ഇതൊന്നാവട്ടെ. ഇനി കുറച്ച് നേരം ഇതൊന്ന് വേഗമല്ല, ഒന്ന് കുറച്ച് ചൂടായി റെഡിയായിട്ട് വരണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ശരിയൊന്നും അടി പിടിക്കണ്ട നമുക്ക്, അതുകൊണ്ട് അതിനുശേഷം മൂടി വയ്ക്കുക. ഇതിലേക്ക് ആ പ്രോൺസിലേക്കൊക്കെ ഈ മസാല ഇനി പിടിക്കണം.
ഓക്കെ, ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടാം, മുളക് കുറവാണെങ്കിൽ മുളക്, അങ്ങനെ മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊക്കെ അതിൻ്റെ മേലിലിട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാനൊരു പരിപ്പ് കറിയും കൂടെ ഉണ്ടാക്കാൻ പോവാണ്. സോ പെട്ടെന്നൊരു ദാൽ കറി ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഈ കുക്കറിലേക്ക് കുറച്ച് 2 കപ്പ് വെള്ളം, സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പൊടികളായിട്ടുള്ള മസാല പൊടികളെല്ലാം ടർമറിക്, കൊറിയാണ്ടർ, ദെൻ ഗരം മസാല, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കായം കൂടി ഇട്ടിട്ട് ഒരു 3 വിസിൽ വരെ വേവിക്കുക. അതിന് ശേഷം സ്പിനാച്ച് ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മളുടെ പ്രോൺസ് എന്തായെന്ന് നോക്കാം. ഇതായിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ച് നേരം കൂടെ ഞാൻ വയ്ക്കുന്നുണ്ട്. നോക്കട്ടെ. ഉപ്പ് കറക്റ്റാ, എരിവ് ഓക്കെയാണ്. ഇറ്റ്സ് നൈസ്. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. പക്ഷെ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ ദാല് റെഡി ആയിക്കൊണ്ടിരിക്കുക. ചോറും റെഡിയാവുന്നു. ചോറ് നമ്മുടെ ഒരു നിഞ്ച കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മിനിറ്റ്സ് വെച്ചാൽ മതി. 3 മിനിറ്റ് പ്രഷർ വെച്ചാൽ മതി, ആയിക്കോളും. ഇതിൽ കുറച്ച് ചോറിട്ട് കഴിക്കാൻ നല്ലത്. ആക്ച്വലി ഒരു ഇച്ചിരി ചോറുണ്ട്, നോക്കാം. കുറച്ച് ചോറിടാം ഇതിനകത്തേക്ക്. ഓക്കെ, നീനോക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, പോയി കൊടുക്കട്ടെ. കുറച്ചിട്ട് ചോറ് പോലെ ഞാൻ ജസ്റ്റ് ചോപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ഇതൊക്കെ ഒരു ഈസി മെത്തേഡാണ്. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക കറക്റ്റ് ആണോന്ന്. ഓക്കെ, വേണമെങ്കിൽ ഒരു ഇച്ചിരിയും കൂടി ഇടാം നമുക്ക്. അതിന് ശേഷം ഒന്ന് ഗീയിൽ എന്താ പറയുക, കുറച്ച് ഗീയും കൂടെ ഇടണം. എരിവ് ഓക്കെ ആണ്, നമ്മുടെ പ്രോൺസിന് കുറച്ച് എരിവുണ്ട്, അപ്പോൾ ഇതിന് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഞാൻ പച്ചമുളക് 3 ഇട്ടതാണ്, പിന്നെ കുറച്ച് മുളക് പൊടിയും. പക്ഷെ നന്നായിട്ട് ഉടഞ്ഞു വന്നു. ചൂടായോ നോക്കട്ടെ. ഞാൻ എപ്പോഴും 1-2 കടുകെടുത്ത് നോക്കുമായോ എന്നറിയാം. ആയിട്ടില്ല. അപ്പം എണ്ണ ചൂടായി. ഞാനത് ഈ കടുക് ഇടിച്ചിടുക. ഇതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇടുന്നുണ്ട്, നല്ല ടേസ്റ്റ് കിട്ടും. കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഉള്ളി ഇട്ടതുകൊണ്ട് ഞാൻ ഇതാണ്, ഇതിൻ്റെതൊക്കെ ഉള്ളി ഇടുന്നില്ല. അതിനുശേഷം താളിക്കുക. ഇതായി ഇളക്കി കൊടുക്കുക. ചെറിയ ചൂടിലാണ് ഇരിക്കുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ മേളിലേക്ക് ഇടുന്നുണ്ട്. വെയിറ്റ് വെക്കാതെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്ത് തുറന്നെടുക്കുക, സെർവ് ചെയ്യുക. നൈസ്. എങ്ങനെയുണ്ട് നീനു? ദാല് കൊള്ളാമോ? പകുതി കഴിച്ചു.
നന്നായിട്ടുണ്ട്. ദാളം കൂടെ മാറ്റി വെച്ചിട്ട് ബീൻസും പൊടിച്ചെമ്മീനും അത് ചൂട് ചോറിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ കുഴച്ചിട്ടേ അതിങ്ങനെ ഒരു പ്ലേറ്റിൽ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെയാണ്. നൈസ് നോ? പിന്നെ ഒരു അലങ്കാരത്തിന് എടുത്തിട്ട് നൂറുതഞ്ഞ ഇഞ്ചിയുടെ അച്ചാറാണ്, പുളിയിഞ്ചിയല്ല. അപ്പോൾ ഓക്കെ, ഞാൻ കഴിക്കട്ടെ, എനിക്ക് വിശക്കണം. അപ്പോൾ അറ്റാക്ക്. Thank you for watching.